മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? മൈറ്റോകോൺട്രിയ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? കണരോഗം, റിക്കറ്റ്സ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ല്, ഫീമർ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കോൾ ലാൻഡ്സ്റ്റൈനർ. മനുഷ്യ ശരീരത്തിലെ ക്രോമോസോമുകളുടെ എണ്ണം എത്രയാണ്? 46, 23 ജോഡി. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. DNA-യുടെ പൂർണ്ണരൂപം ഏതാണ്? ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെവിയിൽ, സ്റ്റേപ്പീസ്. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്ന പ്രക്രിയയുടെ പേരെന്താണ്? പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? 120, 80 mmHg. സാർവിക ദാതാവ്, യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O നെഗറ്റീവ്. അസ്കോർബിക് ആസിഡ് എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? വിറ്റാമിൻ സി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ്, ആഗ്നേയ ഗ്രന്ഥി. കോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? സൈറ്റോളജി, സെൽ ബയോളജി. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? വൃക്ക, കിഡ്നി. പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. സസ്യങ്ങൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഹരിതകം, ക്ലോറോഫിൽ. പാരമ്പര്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്രിഹർ മെൻഡൽ. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡീസ് ഈജിപ്തി. മനുഷ്യൻ്റെ നട്ടെല്ലിൽ എത്ര കശേരുക്കളുണ്ട്? 33.